പ്രിയപ്പെട്ടവർക്കും ജീവനും ജീവിതവും എന്ന പഠന ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള സമരങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ് എന്ന് നമുക്ക് ചരിത്രം വായിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. എല്ലാവരും വാസ്തവത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം, ജീവിതത്തിലെ സ്വാതന്ത്ര്യം എന്നുള്ളത്. അതിപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെങ്കിലും, അതുപോലെ തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണെങ്കിലും, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും, ഈ നാളുകളിൽ ഈ വാക്കുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ടല്ലോ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഏത് നിലയിലുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും അത് അനുഭവിക്കുന്നതാണ് മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് നമുക്ക് നിസ്തർക്കമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല ദൈവവചനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ലോകത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരിക്കുമ്പോൾ, വളരെ ചുരുക്കമായിരിക്കുമ്പോൾ, അതിൽ തന്നെ എന്താ പറയുക, ആളുകൾ സ്വാതന്ത്ര്യത്തെ അനിയന്ത്രിതമായിരിക്കുന്ന സ്വാതന്ത്ര്യമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വളരെ പരിമിതികളുള്ളതായിരിക്കുന്ന, നിഷേധങ്ങളുള്ളതായിരിക്കുന്ന, നിരാസങ്ങളുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഒരർത്ഥത്തിൽ ദൈവവചനം നമുക്ക് നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഇതൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്ന് നമുക്ക് അറിയാം. വളരെ വ്യത്യസ്തമായിരിക്കുന്ന നിലയിലുള്ള, തലത്തിലുള്ള, അതിൻ്റെ ആക്കത്തിലുള്ളതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ദൈവവചനം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. കർത്താവ് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് പുത്രൻ സ്വാതന്ത്ര്യം നൽകിയാൽ, അല്ലേ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയിൽ ദൈവമാണ് സ്വാതന്ത്ര്യം നൽകുന്നതെന്നില്ലെങ്കിൽ, അഥവാ പുത്രനാണ് നൽകുന്നതെന്നും അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണെന്നും അത് അനുഭവിക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ് എന്നുമാണല്ലോ അർത്ഥമാക്കുന്നത്. എന്നാൽ ആ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ല എന്ന് നമുക്കറിയാം. ആ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സാമൂഹ്യ സ്വാതന്ത്ര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. ഒരർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പോലും അല്ല എന്ന് നമുക്കറിയാം. അത് മറ്റൊരു തലത്തിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അത് ഇന്നത്തെ ദൈവവചന അവതരണത്തിലൂടെ, നമ്മുടെ ചർച്ചാ വിഷയത്തിൻ്റെ അവതരണത്തിലൂടെ അതൊട്ടൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയമാണെങ്കിലോ ഒന്നുകൂടി നമ്മളത് പറയുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല, എന്നാൽ അതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമ്മൾ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിട്ടുണ്ട്. ഏതുവിധ സ്വാതന്ത്ര്യം എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന ആളുകളാണോ? അതാണ് പ്രസക്തമായിരിക്കുന്നതായിരിക്കുന്ന ചോദ്യം. യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം പുത്രൻ നമുക്ക് നൽകിയിട്ടും, യഥാർത്ഥമായിരിക്കുന്ന ലോകം നൽകാത്തതായിരിക്കുന്ന ഉയർന്ന നിലയിലുള്ളതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം പുത്രൻ നമുക്ക് നൽകിയിട്ടും നമ്മളത് അനുഭവിക്കുന്ന ആളുകളാണോ എന്നുള്ളത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഉള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംവദിക്കുവാനായിട്ട് പ്രിയ ജോസഫ് പെൻസ് സഹോദരനെ ക്ഷണിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജോണി ഒരു നല്ല ആമുഖം പറഞ്ഞു. ഇനി ഒരു പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആമുഖമായിരുന്നു. എന്നാൽ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണോ നാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ജോൺസോൻ പറഞ്ഞപ്പോ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആളുകള് ബന്ധപ്പെടുത്തി പറയുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അല്ലെ, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. പത്രസ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അങ്ങനെ പറഞ്ഞാല് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വാസ സ്വാതന്ത്ര്യം, ഭരണഘടനാ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം,
ഈ അടുത്ത കാലത്തൊക്കെ ഭക്ഷണ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം ഒക്കെ ആളുകൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ സ്വാതന്ത്ര്യം കൂട്ടിയാണ് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആളുകൾ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് അത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ തന്നെ സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതം ഏറ്റവും ദുരിതപൂർണമായ ജീവിതമാണ്. അങ്ങനെയാണ് പൊതുവെ അതിനെ കണക്കാക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള കുമാരനാശാന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കവിതയുടെ വരി അറിയാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് വൃതിയേക്കാൾ ഭയാനകം. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണത്തേക്കാൾ ഭയാനകമായിരിക്കുന്ന ഒന്നാണ്. അതാണല്ലോ അദ്ദേഹം പറയുന്നത്. അത് ശരിയുമാണ്. മനുഷ്യജീവിതത്തിലെ സ്വാതന്ത്ര്യം അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് ആളുകൾ എല്ലാ കാലത്തും ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ജനം നോക്കിക്കാണുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. നമ്മുടെ രാജ്യം തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾ വിപുലമായിട്ട് നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് വിടുതലും സ്വയം ഭരണാവകാശവും ലഭിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അത്രമാത്രം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് എന്ന് നമുക്കറിയാം. നൂറ്റാണ്ടുകളുടെ പോരാട്ടം കൊണ്ടും പരകോടി മനുഷ്യരുടെ ജീവത്യാഗം കൊണ്ടും നേടിയെടുത്തതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നവരാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കുന്ന ആളുകളാണ്. അതുപോലെ അനേക രാഷ്ട്രങ്ങളും ആ നിലയിലുള്ള സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ 430 വർഷക്കാലം മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്ന ഒരു ചരിത്രം. അവിടെ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് വിടുതൽ നൽകി, അഥവാ സ്വാതന്ത്ര്യം നൽകിയ ആ ചരിത്രം, അത് ബൈബിളിന്റെ ഒരു ചരിത്രമാണ്. ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതായിരിക്കുന്ന ആ സ്വാതന്ത്ര്യം പെസഹ പെരുന്നാളിലൂടെ അവരെല്ലാ വർഷവും ആഘോഷമാക്കി മാറ്റുകയാണ്. കാരണം 430 വർഷക്കാലം മിസ്രൈമിലെ പിതാക്കന്മാർ അനുഭവിച്ചതായിരിക്കുന്ന അടിമത്വം, അതിൽ നിന്നുള്ള വിടുതൽ ഇസ്രായേലിനെ സംബന്ധിച്ച് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതത്ര പ്രാധാന്യമുള്ളതാണ് അവരെ സംബന്ധിച്ച്. മാത്രമല്ല, ആധുനിക ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 1948 ഇസ്രായേലിന് ഒരു രാജ്യം ലഭിക്കുമ്പോൾ അനേക നൂറ്റാണ്ടുകൾ അനേക രാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളുടെയും ഒക്കെ അടിമത്വത്തില് വളരെ പ്രയാസവും കണ്ണുനീരും അനുഭവിച്ച ഒരു ജനതയായിരുന്നു ഇസ്രായേൽ. അവർക്ക് 48 ഒരു ചെറിയ രാഷ്ട്രം ലഭിച്ചത് അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എത്രയോ നൂറ്റാണ്ടുകൾ അടിമത്വത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരും അനുഭവിച്ച ഒരു ജനതയാണ്. അവരാ സ്വാതന്ത്ര്യം നിലനിർത്താനാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമാണെങ്കിലും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെങ്കിലും ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമാണെങ്കിലും സ്വാതന്ത്ര്യം വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് മനുഷ്യന് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടത്, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ളതായിരിക്കുന്ന ഉത്തരം, അത് ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ ഉത്തരത്തിലും വിശദീകരണത്തിലും വ്യത്യാസം ഉണ്ടാകും. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ആരോടാ ചോദിക്കുന്നത്? രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിൽ കിട്ടുന്ന ഉത്തരമല്ല ഒരു മതവിശ്വാസിയായിരിക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇനി ഒരു നിരീശ്വരനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല ഒരു തത്വജ്ഞാനിയായിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം.
അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വ്യത്യസ്തമായിരിക്കുന്ന നിർവചനങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അവര് ഒക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് പല വിധത്തിലുള്ളതായിരിക്കുന്ന നിർവചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനേകര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പൊതുവെ പറയുന്ന ഒരു നിർവചനം, ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വ്യക്തിക്കോ ബാഹ്യമായ നിയന്ത്രണങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ സ്വന്തം ഇഷ്ടാനുസരണം തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശവും അധികാരവുമാണ് സ്വാതന്ത്ര്യം. അപ്പോ അതാണ് സ്വാതന്ത്ര്യത്തിന് നൽകുന്ന ഒരു നിർവചനം. ഈ നിർവചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കുന്ന ധാരാളം ആളുകൾ. വേറൊരാൾ പറഞ്ഞ നിർവചനം, എന്നെ ഞാനായും നിന്നെ നീയായും ജീവിക്കാൻ അനുവദിക്കുന്നതാണ് സ്വാതന്ത്ര്യം. അതും ഒരു നിർവചനമാണ്. പല ആശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നൽകുന്ന ഒരു നിർവചനമാണ്. മറ്റൊരു നിർവചനം, സ്വയം കാര്യങ്ങൾ നേടാനും സ്വയം ലക്ഷ്യം നേടാനും ഉള്ള അവസരം ലഭിക്കുന്നതാണ് സ്വാതന്ത്ര്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു നിർവചനം, മറ്റൊരാളുടെ അവകാശങ്ങൾക്ക് കോട്ടം തട്ടാതെ നിയമങ്ങൾക്ക് വിധേയമായി ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നതാണ് സ്വാതന്ത്ര്യം. ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ ഉദ്ദേശത്തോടെ ചെയ്യുന്നതിനുള്ള കഴിവും അവസരവുമാണ് സ്വാതന്ത്ര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തത്വചിന്തകൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത്, എല്ലാ പരിമിതികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം. എല്ലാ പരിമിതികളുടെയും ബന്ധനങ്ങളുടെയും മൂലകാരണമായി അദ്ദേഹം പറയുന്നത് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ള അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടുന്നതാണ് സ്വാതന്ത്ര്യമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അപ്പോൾ അറിവ് എത്രത്തോളം നേടുന്നുവോ അത്രത്തോളം സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നാണ്. കാറൽ മാർക്സ് പറഞ്ഞതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ രാവിലെ മീൻ പിടിക്കാൻ പോവുകയും ഉച്ചയ്ക്ക് ഗുസ്തി പിടിക്കാൻ പോവുകയും വൈകുന്നേരം തത്വചിന്തയിൽ ഏർപ്പെടുകയും രാത്രിയിൽ സംഗീതം പഠിക്കുകയും ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയത്തില് മനുഷ്യ സാധ്യതകളെ വീണ്ടെടുക്കുന്നതാണ് സ്വാതന്ത്ര്യം. മനുഷ്യന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെ എല്ലാം വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് നിരവധിയായിരിക്കുന്ന നിർവചനങ്ങൾ സമൂഹത്തിൽ മനുഷ്യരെന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. പല വിശദീകരണങ്ങളും അതിനെ നൽകാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട്. പല നിർവചനങ്ങളും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ലെങ്കിലും ശരി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവരൊക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം ഏത് ആശയവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് എന്നുള്ളതിനനുസരിച്ച് അവരുടെ ഉത്തരങ്ങൾക്ക് വ്യത്യാസം. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള കഴിവാണോ സ്വാതന്ത്ര്യം? അങ്ങനെയാണ് പൊതുവെ പറയുക. നമുക്കിഷ്ടമുള്ള, ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ നിബന്ധനകളില്ലാതെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പ്രവർത്തിക്കാനുമുള്ളതായിരിക്കുന്ന ആ കഴിവാണ് സ്വാതന്ത്ര്യം എന്ന് പൊതുവെ പറയും. എന്നാൽ അങ്ങനെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് നൽകുന്ന ഒരു ശരിയായിരിക്കുന്ന നിർവചനമായിരിക്കില്ല. തെറ്റായ കാര്യങ്ങളിൽ നിന്നുള്ള വിടുതലും ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം അത് ശരിയാണ്. തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഉള്ളതായിരിക്കുന്ന വിടുതൽ, ശരിയായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന ആ കഴിവ്, അതിനു വേണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയാം. അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഒരു പൊതുവായിരിക്കുന്ന ചിന്താഗതിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ദൈവഹിതപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുവെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അവൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനായ വ്യക്തിയാണ്. എന്താ അങ്ങനെ പറയാനുള്ളതായിരിക്കുന്ന കാരണം? അങ്ങനെ പറയാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്, ദൈവഹിതപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സൃഷ്ടാവായിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച്
ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ക്രമീകരണത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ സൃഷ്ടിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു കാറ് അതിന്റെ രൂപകൽപ്പന അനുസരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത്. ആ കാറ് അതിന്റെ രൂപകൽപ്പന ഏത് ഉദ്ദേശത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ആ കാർ പ്രവർത്തിക്കുമ്പോഴാണ് ആ കാറ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണ ഞാൻ പറയും, വലത്തോട്ട് കറങ്ങാനായിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയാൽ അത് വലത്തോട്ട് തന്നെ കറങ്ങുമ്പോഴാണ് അത് സ്വതന്ത്രമായി കറങ്ങുന്നത്. എന്നാൽ ആരെങ്കിലും അത് ബലം പിടിച്ച് അത് നേരെ പുറകോട്ട് കറക്കാൻ ശ്രമിച്ചാൽ അത് സ്വതന്ത്രമായി കറങ്ങുന്നതായിരിക്കുന്ന ഒരു ഉപകരണമല്ല. അവിടെ പൊട്ടലും ചീറ്റലും അതുപോലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് വരാനുള്ളതായിരിക്കുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ദൈവഹിതത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുദ്ദേശത്തിലാണോ, ഏത് രീതിയിൽ ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്, ആ നിലയിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. ക്രിസ്തീയ സ്വാതന്ത്ര്യം നാം സാധാരണയായി മനസ്സിലാക്കിയിരിക്കുന്ന രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അത് ആത്മീയവും ആന്തരികവും വ്യക്തിപരവുമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അതാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ആത്മീക സ്വാതന്ത്ര്യമാണ്, അത് ആന്തരികമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, അത് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നില്ല. കാരണം അത് വ്യക്തിപരമാണ്, വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ദൈവഹിതപ്രകാരം ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം. നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ പോലും സാധിക്കാതെ വണ്ണം അവന്റെ ചിന്തകളെയും വികാരങ്ങളെയും മനോഭാവങ്ങളെയും ഒക്കെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു പൈശാചിക ശക്തി മനുഷ്യന്റെ മേൽ ആധിപത്യം ചെലുത്തുന്നുണ്ട്. അപ്പൊ ആ പൈശാചിക ശക്തിയുടെ മേലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ പറയാനുള്ളതായിരിക്കുന്ന കാര്യം. സാമൂഹ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന സമൂഹത്തിൽ പറയുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ അതിനൊക്കെ ഒരുപാട് പരിമിതികളും അതിനൊക്കെ ഒരുപാട് നിബന്ധനകളും ഒക്കെ ഉള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. എന്നാൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമുക്ക് നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് രണ്ട് വശങ്ങളും. ഒരു വശം എന്ന് പറയുന്നത് നിഷേധാത്മകമായിരിക്കുന്ന വശമാണ്. അത് ഒന്നാമത് പാപത്തിൽ നിന്ന് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതാണ് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്, പാപത്തിൽ നിന്ന്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്നും അതിന്റെ അടിമത്വത്തിൽ നിന്നും യേശുക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്നു. യഹൂദന്മാരോട് കർത്താവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞത്, ഞങ്ങൾ ആർക്കും ഇതുവരെ ഒരു നാളും അടിമകളായിരുന്നിട്ടില്ലെന്നാണ്. കാരണം അവർ ചിന്തിക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആണെങ്കിൽ പോലും അവർ പറഞ്ഞത് ശരിയല്ല. കാരണം അവർ പല രാഷ്ട്രങ്ങൾക്കും അടിമകളായിരുന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ആർക്കും ഒരു നാളും ഇതുവരെ അടിമകളായിരുന്നിട്ടില്ല. കർത്താവ് പറഞ്ഞതിന്റെ ആശയം വളരെ വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് രാഷ്ട്രീയമായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകാനല്ല എന്ന് നമുക്കറിയാം. യഹൂദന്മാർ അതാണ് പ്രതീക്ഷിച്ചതെങ്കിലും കർത്താവിന്റെ വരവിൽ, ഒന്നാമത്തെ വരവിലുള്ളതായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്.
യഥാർത്ഥ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. അതാണ് കർത്താവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളും ഇതുപോലെയുള്ളതായിരിക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവരായിരിക്കുന്ന ആളുകളാണ്. അപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു സമൂഹത്തിന്റെ പൊതുവിലുള്ളതായിരിക്കുന്ന സാമൂഹ്യമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒന്നാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ പാപത്തിൽ നിന്നും സമ്പൂർണമായിരിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് കർത്താവ് പറഞ്ഞത് അതാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അതിനോട് ചേർന്ന് പറയാവുന്ന കാര്യം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അതും പുതിയ നിയമം ക്രിസ്തീയ വിശ്വാസികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ന്യായപ്രമാണം മുഴുവൻ പാലിച്ചില്ലെങ്കിൽ ലഭിക്കുന്ന ശിക്ഷയിൽ നിന്നും അതിന്റെ കീഴിലെ കുറ്റബോധത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു തന്റെ യാഗമരണത്തിലൂടെ അങ്ങനെയുള്ള അതിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകുന്നു എന്നാണ് അവിടെ പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ കീഴിലേക്ക് വരുന്ന ഒരുവൻ എല്ലാ കുറ്റബോധത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 5-ന്റെ 1-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഈ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം, അത് കർത്താവായ യേശു ക്രിസ്തു നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യർക്കും നൽകാൻ കഴിയില്ല. പാപത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യം ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും നൽകാൻ കഴിയുന്നതല്ല. അത് ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള സ്വാതന്ത്ര്യം, ശരിയായിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്നും അത് ശരിയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ്. ന്യായ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടൊപ്പം മരണത്തിന്റെയും ശിക്ഷാവിധിയുടെയും ഭയത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യവും കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ളവർക്ക് നൽകുന്നു. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ശിക്ഷാവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും കൂടിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല, മനുഷ്യൻ രക്ഷയ്ക്കായിട്ട് നിർമ്മിച്ച എല്ലാ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരെ സ്വതന്ത്രരാക്കുന്നു എന്നുള്ളതും അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും നമ്മുടെ മനസാക്ഷിയെ ബന്ധിക്കാനായിട്ട് ആർക്കും കഴിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളുടെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്നു. കാരണം അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അനുഷ്ഠിച്ച് ആർക്കും രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള എല്ലാവിധ അടിമത്വത്തിൽ നിന്നും കർത്താവ് സ്വാതന്ത്ര്യം നൽകുന്നു. ക്രിസ്തു നൽകുന്നതായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ മനസാക്ഷിക്ക് മുന്നില് മനുഷ്യരുടെ അധികാരങ്ങൾക്കോ നിബന്ധനകൾക്കോ ഇനി യാതൊരു സ്ഥാനവുമില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു വ്യക്തി രക്ഷയ്ക്കായിട്ട് അവന്റെ എല്ലാ പരിശ്രമങ്ങളിൽ നിന്നുമുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യവും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നു. അതാണ് അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, അതിന്റെ നിഷേധാത്മകമായിരിക്കുന്ന വശം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ മറുവശം ക്രിയാത്മകമായ ഒരു വശമുണ്ട്. അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം നിഷേധാത്മകമായിരിക്കുന്ന അർത്ഥത്തിൽ മാത്രമല്ല എന്നുള്ളത് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഒരു പുതിയ ജീവിതം നയിക്കാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും അതുപോലെയുള്ളതായിരിക്കുന്ന മാനുഷിക ചട്ടങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും ഒക്കെ വിശ്വാസികൾക്ക് കർത്താവ് സ്വാതന്ത്ര്യം നൽകുന്നത് ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ന്റെ 1-ൽ നമ്മൾ വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനൂപത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. അതുപോലെ 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്,
സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിക്കും. അപ്പൊ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അത് ജഡത്തിന് അവസരമാക്കാനായിട്ട് പാടില്ല ആ സ്വാതന്ത്ര്യം എന്നാണ്. 1 പത്രോസ് 2:16 വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലനും അത് തന്നെ പറയുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പിൽ. അപ്പൊ സ്വതന്ത്രരായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദാസന്മാരായി നടക്കണമെന്നാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സ്വതന്ത്രരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുന്നവരായിരിക്കണം എന്നാണ്. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നതിനും അന്യോന്യം സേവിക്കുന്നതിനുമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണെന്നാണ്. അതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവഹിതം അനുസരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതവുമായിട്ട് ഒത്തുപോകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവഹിതത്തിന് വിപരീതമാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും എങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല. അതാണല്ലോ അവിടെ പറഞ്ഞത്. വീണ്ടും ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യരുതെന്ന് പറയുമ്പോൾ വീണ്ടും ജഡത്തിന് അവസരം ഉണ്ടാക്കാനല്ല ഈ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ ജഡ സ്വഭാവങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വഭാവങ്ങളെ വിട്ടുപേക്ഷിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം. ജഡത്തെ ജയിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അവനാണ് യഥാർത്ഥത്തിൽ ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആള്. വ്യക്തിപരമായ ജീവിതത്തിൽ സ്വതന്ത്രനാണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്. അപ്പൊ നിഷേധാത്മകവും ക്രിയാത്മകവുമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യം. ഇത് രാഷ്ട്രീയവും സാമൂഹികവുമായ സ്വാതന്ത്ര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീകമായ അടിമത്വത്തിൽ കഴിയുന്നതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ജീവിക്കുന്നത്. പക്ഷേ ആത്മീകമായിട്ട് രാജ്യത്തുള്ള അനേകരും ആത്മീക അടിമത്വത്തിലാണ് കഴിയുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ആന്തരിക അടിമത്വം എന്നത് നമ്മുടെ ആന്തരികമായിരിക്കുന്ന സമാധാനത്തെയും സന്തോഷത്തെയും ഒക്കെ ഇല്ലാതാക്കും. ബാഹ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആന്തരികമായി പല കാര്യങ്ങൾക്കും അടിമയായി ജീവിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു കാതലായിരിക്കുന്ന വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമോ സാമൂഹ്യമോ സാമ്പത്തികമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരാൾ തിന്മയ്ക്ക് അടിമയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരാള് ന്യായപ്രമാണത്തിന് അടിമയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരാള് ദൈവഹിതപ്രകാരം ജീവിക്കാനായിട്ട് അവന് കഴിയുന്നില്ല എങ്കിൽ അവൻ ഇപ്പോഴും അടിമത്വത്തിലാണ്, അവനിപ്പോഴും സ്വതന്ത്രനല്ല. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആത്മീകമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും നാം പിന്നെയും അടിമകളാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ചോദ്യം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഈ സ്വാതന്ത്ര്യം കർത്താവ് നൽകിയിട്ടുണ്ട്. അത് സത്യമാണ്. അത് വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വസിച്ച് നാം ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നവരാണ് എന്നൊക്കെ തിരുവഴുത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന നാം പല പാപങ്ങൾക്കും അടിമകളായി പിന്നെയും ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. പാപത്തിന്റെ മേൽ വിജയം വരിക്കാനുള്ള എല്ലാ സാധ്യതകളും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു നമുക്ക് നൽകിയതായിരിക്കുന്ന സ്വാതന്ത്ര്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾക്ക് പാപത്തിന്റെ മേൽ അല്ലെങ്കിൽ നമ്മെ അടിമപ്പെടുത്തുന്ന സകല കാര്യങ്ങളുടെയും മേൽ നമുക്ക് പൂർണ്ണമായി വിജയം വരിക്കാനുള്ള സാധ്യതയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കർത്താവ് നൽകുന്നത്. ആ സാധ്യത ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇല്ല.
അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരായിരിക്കുന്ന ആളുകള് അവരുടെ സ്വയത്തിൽ ഊന്നിയാണ് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് പോരാടുന്നത്. അതില് ഒരിക്കലും അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ പിന്നെയും പാപത്തിന്റെ പ്രകൃതിയുള്ള മനുഷ്യരാണ്. പാപപ്രകൃതിയിൽ നിന്ന് നമ്മൾ ഇതുവരെയും വിടുതൽ പ്രാപിച്ചിട്ടില്ല. ആ പ്രകൃതിയുടെ മേൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ മാത്രമേ പാപ സ്വഭാവത്തെ, പാപത്തിന്റെ പ്രവൃത്തികളിൽ മേൽ വിജയം വരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ കൃപ, കർത്താവിന്റെ ആ ബലപ്പെടുത്തുന്ന ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും പാപത്തെ ജയിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജീവിക്കാനുള്ള സാധ്യത കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നവർക്കാണ് വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യം പ്രായോഗിക തലത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അല്ലാത്തവർക്ക് പ്രായോഗിക തലത്തിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും പലവിധ പാപ സ്വഭാവങ്ങൾക്കും അടിമകളായി സന്തോഷമില്ലാതെയും സമാധാനമില്ലാതെയും വിശ്വാസികൾ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് പലരുടെയും ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ നമുക്കതിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള എല്ലാ പാവപ്രവൃത്തികളുടെയും സ്വഭാവത്തിന്റെയും മേൽ വിജയം വരിച്ച് ജീവിക്കാനുള്ളതായിരിക്കുന്ന സാധ്യത കർത്താവായ യേശു ക്രിസ്തുവിൽ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും രക്ഷയ്ക്കായിട്ട് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാള് വീണ്ടും അടിമത്തത്തിലേക്ക് പോവുകയാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, യഥാർത്ഥത്തിലേക്ക് ആവശ്യമില്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയതാണ്. എന്നാൽ വീണ്ടും നിങ്ങൾ അതാണ് ശരിയെന്ന് വിചാരിച്ച് അതിന്റെ അടിമത്തത്തിലേക്ക് പോയാൽ വീണ്ടും അടിമയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാപത്തിന്റെ പ്രകൃതി നമ്മിലൊക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പാപത്തിന് അടിമകളായിട്ട് തീരുന്നതിന് കാരണമായി തീരുന്നത്. ആത്മീകമായി നമുക്ക് വരാവുന്ന ചില അടിമത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശ്വാസികളായിരിക്കുന്ന നമുക്കും ചിലപ്പോൾ ചില അടിമത്തങ്ങളൊക്കെ വരാം. ഉദാഹരണത്തിന് ചിന്തകളുടെ അടിമത്വം. മനുഷ്യന്റെ ഏറ്റവും വലിയ ആന്തരിക അടിമത്വം എന്ന് പറയുന്നത് ചിന്തകളോടുള്ള ബന്ധത്തിലുള്ള അടിമത്വമാണ്. അമിതമായിരിക്കുന്ന ആശങ്കകൾ, സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാവിയെ കുറിച്ചോ ഉള്ള ചിന്തകളില് പല ആളുകളും കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന അടിമത്വമുണ്ട്. അത് ചിന്തകളിലുള്ളതായിരിക്കുന്ന അടിമത്വമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. കഴിഞ്ഞു പോയതായിരിക്കുന്ന തെറ്റുകളിലോ അല്ലെങ്കിൽ പരാജയങ്ങളിലോ ഒക്കെ സ്വയം തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ ചിന്തകൾ നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് അനുവദിക്കുകയില്ല. സ്വയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസാക്ഷിയാണ് നമുക്ക് എപ്പോഴും ഉള്ളതെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി മുന്നോട്ട് പോകാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ വിശ്വാസികളാണെങ്കിലും വിശ്വാസികളുടെ ചിന്തകളില് മറ്റുള്ളവരെ കുറിച്ചുള്ള വിമർശന ചിന്തകൾ വരാം. മറ്റുള്ളവരെ കുറിച്ചുള്ള വിധി പറച്ചിലുകളും സ്വന്തം കുറവുകളോടുള്ള നിരന്തരമായിരിക്കുന്ന ആത്മവിമർശനവും ഒക്കെ നമ്മളെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ തെറ്റായിരിക്കുന്ന ചിന്തകളുടെ അടിമത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. പരാജയപ്പെടുമോ എന്ന ഭയം, ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം നമ്മുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നു എങ്കിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചിന്തകളില് നമ്മൾ അടിമകളായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ ബന്ധനത്തിലായി മാറും. അപ്പൊ വിശ്വാസികളാണെങ്കിലും തെറ്റായിരിക്കുന്ന ചിന്തകൾ പലപ്പോഴും നമ്മെ അടിമയാക്കി വയ്ക്കാം. സ്വതന്ത്രമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരാം. മറ്റൊരു കാര്യമാണ് വികാരങ്ങളുടെ അടിമത്വം. വികാരങ്ങൾ നമ്മളെ ഭരിക്കാനായിട്ട് തുടങ്ങുമ്പോഴുള്ള അവസ്ഥ അതും നമുക്ക് കാണും. ഉദാഹരണത്തിന് കോപം അല്ലെങ്കിൽ ദേഷ്യം, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നമ്മുടെ പ്രവൃത്തികളെയും അതുപോലെ തന്നെ ബന്ധങ്ങളെയൊക്കെ നശിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ വികാരങ്ങൾക്ക് പലരും അടിമകളാണ്. തെറ്റായ വികാരങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നവരായ ആളുകളുണ്ട്. ഭയങ്കര കോപവും ഭയങ്കര ദേഷ്യവും ഭയങ്കര അട്ടഹാസങ്ങളും അതുപോലെ നിയന്ത്രണമില്ലാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള പ്രവണതയും ഒക്കെ
അത്തരത്തിലുള്ള പാപ സ്വഭാവത്തിന് അടിമകളായിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന തെളിവുകളാണ്. അപ്പൊ അത് വികാരങ്ങളുടെ മേൽ നമുക്ക് വിജയം വന്നിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ വികാരങ്ങളുടെ മേൽ വിജയം വരിക്കാനുള്ള സാധ്യത കർത്താവിൽ നമുക്കുണ്ട്. അത് നമ്മൾ എത്രത്തോളം അവന്റെ കൃപയാൽ സാധ്യമാക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിന്മേൽ വിജയം കിട്ടും, പ്രായോഗികമായി നമുക്ക് വിജയം കിട്ടും. അസൂയ, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസ്വസ്ഥരാകുന്നവരായിരിക്കുന്ന വിശ്വാസികളുണ്ട്. ആർത്തി, എപ്പോഴും കൂടുതൽ നേടാനുള്ള അടങ്ങാത്തതായിരിക്കുന്ന ആഗ്രഹത്തിന് അടിമപ്പെടുന്നവരായിരിക്കുന്ന പല ആളുകളുമുണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ളതായിരിക്കുന്ന അടിമത്തങ്ങളാണ് എന്ന് നമുക്ക് പറയാം. മനോവിഷാദം, സന്തോഷം എന്ന് പറഞ്ഞാല് പുറത്തു നിന്നുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അതിലൂടെ ആന്തരികമായി തളരുകയും ചെയ്യുന്ന സ്ഥിതി. പുറമേയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഹൃദയത്തിൽ സന്തോഷം വരുന്നത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അത് ലഭിക്കാതെ വരുമ്പോ ആന്തരികമായിട്ട് വല്ലാതെ പ്രയാസപ്പെടും, വല്ലാതെ ഒരു ഡിപ്രഷനിലേക്കും മറ്റുമൊക്കെ പോകുന്നതായിരിക്കുന്ന സ്ഥിതി വരും. അപ്പോൾ മനോവിഷാദം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാവുന്നതാണ്. വിശ്വാസികൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാം. തെറ്റായിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. വികാരങ്ങളുടെ മേൽ ശരിയായിരിക്കുന്ന നിയന്ത്രണം നമുക്കില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള മനോഭാവങ്ങൾക്ക് അടിമകളായി ജീവിക്കാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ആസക്തികളോടുള്ള അടിമത്തം, ഒന്നില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് തോന്നുന്ന ഏതൊരു കാര്യത്തോടുമുള്ള അമിതമായിരിക്കുന്ന ആശ്രയത്വം, അല്ലെങ്കിൽ അത് ഒരു ആസക്തിയോടുള്ളതായിരിക്കുന്ന അടിമത്വമാണ്. ഇപ്പൊ വസ്തുക്കളോടുള്ള ആസക്തി, പണം, സ്വത്ത്, പദവി, സൗന്ദര്യം, ഇങ്ങനെയുള്ള ബാഹ്യ കാര്യങ്ങളോടും അതുപോലെ തന്നെ അതൊക്കെയാണ് വ്യക്തിത്വത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ജീവിക്കുന്നവരായിരിക്കുന്ന ആള്. അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊക്കെ ഒരു അടിമത്വമാണ്. ദുശീലങ്ങളോടുള്ള അടിമത്വം, മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, അമിതമായിരിക്കുന്ന ഭക്ഷണം കഴിക്കൽ, സോഷ്യൽ മീഡിയ ഉപയോഗം, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന വിനാശകരമായിരിക്കുന്ന ശീലങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്നത് തെറ്റായിരിക്കുന്ന അടിമത്വങ്ങളാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അടിമത്വങ്ങളിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന സാധ്യതകൾ ഉണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന സാധ്യതകളുണ്ട്. വേറെ ചിലരുടെ അടിമത്വം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഭാവം, അത് ചിലരുടെ ജീവിതത്തിലുള്ള ഒരു അടിമത്വമാണ്. നമ്മുടെ യഥാർത്ഥ സ്ഥിതിയല്ല, മറിച്ച് നമ്മൾ ആരായിരിക്കണമെന്ന് നാമും നമ്മുടെ സമൂഹവും കരുതുന്നതിനോടുള്ളതായിരിക്കുന്ന ഒരു അടിമത്വമാണ്. അഹംഭാവം, അഹന്ത, ഞാനാണ് വലുത്, എനിക്ക് തെറ്റുപറ്റില്ല, ഞാൻ മാത്രമാണ് ശരി, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭാവങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മനോഭാവവും പെരുമാറ്റ രീതികളും അതൊക്കെ വിശ്വാസികളുടെ വിശ്വാസികൾ അടിമകളാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ ആ ഭാവങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മനോഭാവം, പെരുമാറ്റ രീതിയും ഒക്കെ നമ്മെ വീണ്ടും അടിമപ്പെടുത്താം. അതിനൊക്കെ അടിമകളായി പോയാൽ നമുക്ക് വിജയകരമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ശുശ്രൂഷകൾ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കാതെ വരും. ക്രിസ്തീയ ജീവിതം ശരിയായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. സമൂഹത്തിന്റെ അംഗീകാരത്തിനുള്ളതായിരിക്കുന്ന ഒരു അടങ്ങാത്ത ദാഹം, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണണം എന്നതിലാണ് നമ്മുടെ സന്തോഷം എന്ന് വിശ്വസിച്ച് അവരുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്, അതൊക്കെ ഒരു തരത്തിലുള്ള അടിമത്വമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ധാരാളം അടിമത്വങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വരാം. അങ്ങനെയുള്ളതായിരിക്കുന്ന അടിമത്വങ്ങളുണ്ട്. വസ്തുക്കളോടും മനോഭാവങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ തെറ്റായിരിക്കുന്ന അടിമത്വങ്ങളുണ്ട്. ഇത്തരം അടിമത്വങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനെയാണ് ആത്മീകമായിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. കോപത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, പകയിൽ നിന്നും, സ്വയത്തിൽ നിന്നും, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾ സ്വതന്ത്രരാകണം. എല്ലാവരും അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജീവിതം നയിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആരും ഇല്ലെന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത്തരം അടിമത്വങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനെയാണ് ആത്മീക സ്വാതന്ത്ര്യം അഥവാ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
ക്രിസ്തുവിന്റെ മനോഭാവത്തിലുള്ള ഒരു ജീവിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലുള്ളതായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ആത്മീകമായിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് നമുക്ക് വിജയകരമായി സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് സാധിക്കും. ആ സാധ്യത കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശ്വാസികൾക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകും. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. ആ ആത്മാവിന് വിധേയപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മഹാകൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതായിരിക്കുന്ന വിശ്വാസികൾക്ക് ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ചിന്താധാരകളെയും ഒക്കെ കീഴ്പ്പെടുത്തിക്കളയുന്ന പാപ സ്വഭാവങ്ങളിന്മേൽ നമുക്ക് പരിപൂർണമായിരിക്കുന്ന വിജയം വരിക്കാനായിട്ട് സാധിക്കും. ഇത്തരം ആത്മീക അടിമത്തത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചനം നേടാം എന്നുകൂടി ഞാൻ പറയട്ടെ. ആന്തരികമായിരിക്കുന്ന ഒരു തിരിച്ചറിവിലൂടെയും സ്വയമായിരിക്കുന്ന ഒരു പരിശീലനത്തിലൂടെയും പ്രായോഗികമായി സാധ്യമാക്കാവുന്ന കാര്യമാണ് യഥാർത്ഥത്തില് ഈ ആത്മീക സ്വാതന്ത്ര്യം. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല, ഒറ്റ തവണ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ഒരു യാത്രയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അതൊരു ജീവിതകാലം മുഴുവൻ ഉള്ളതായിരിക്കുന്ന ഒന്നാണ്. ഒരു ദിവസം കൊണ്ട് പരിപൂർണമായിട്ടും നമ്മുടെ എല്ലാവിധ നമ്മെ അടിമപ്പെടുത്തുന്ന എല്ലാ പാപ സ്വഭാവങ്ങളുടെ മേലും വിജയം വരിച്ചു എന്ന് പറയുവാനായിട്ട് ആർക്കും കഴിയില്ല. അപ്പൊ ജീവിതകാലം മുഴുവൻ ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള ഒരു പോരാട്ടം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഒരു ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നാം എന്തിനോടാണ് അടിമപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുക. എനിക്ക് ദേഷ്യമുണ്ട്, ദേഷ്യം എന്ന വികാരം എന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഇത് തെറ്റായിരിക്കുന്ന വികാരങ്ങളിൽ നിന്ന് അകലം പാലിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് കോപമുണ്ട്, ഞാൻ കോപിക്കുന്ന ഒരാളാണ്, ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് അസൂയയുണ്ട്, എൻ്റെ ഹൃദയത്തില് മറ്റുള്ളവർക്ക് പുരോഗതിയും നന്മയും വരുന്നത് ഒട്ടും അങ്ങ് സന്തോഷകരമായിട്ട് തോന്നുന്നില്ല. ആ ഒരു തിരിച്ചറിവാണ് വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്നത്. എനിക്ക് ദ്രവ്യാഗ്രഹമുണ്ട്, പണത്തോടുള്ളതായിരിക്കുന്ന ആഴമേറിയ ഒരു ബന്ധമുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. ഞാൻ വളരെ മോശമായി സംസാരിക്കുന്ന ഒരാളാണ്. ആ ഒരു തിരിച്ചറിവാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഞാൻ ഇന്ന പാപ സ്വഭാവങ്ങൾക്ക് അടിമയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എനിക്ക് അതിന്മേൽ ഇതുവരെ വിജയം ലഭിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നിരീക്ഷിച്ചാല് അങ്ങനെയുള്ള പാപ സ്വഭാവങ്ങൾ എന്നിൽ വരുന്നതിന്റെ ഉറവിടം എന്താണ്, ആ ഉറവിടം കണ്ടെത്താനായിട്ട് ഒരു ശ്രമം നമ്മൾ നടത്തും. ചിലപ്പോൾ വല്ലാത്തൊരു ഭയമായിരിക്കും, ഒരാശങ്കയായിരിക്കും, ചിലപ്പോൾ അസൂയയായിരിക്കും, ചിലപ്പോൾ കോപമായിരിക്കും, ചിലപ്പോൾ ഒരാളോട് ഭയങ്കര പകയായിരിക്കും. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തുക. പലപ്പോഴും ഈ വികാരങ്ങളുടെ വികാരങ്ങൾ വരുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം പഴയ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നതായിരിക്കുന്ന പഴയകാല അനുഭവങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൗൺസിലിംഗ് ഒക്കെ നൽകുമ്പോൾ ആളുകൾ ചെയ്യുന്നതല്ലേ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്, അത് നമുക്കും സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മനഃപൂർവമായി എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്
ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന സ്വഭാവത്തെ ന്റെ അടിസ്ഥാന കാരണങ്ങളും അന്വേഷിച്ചാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പഴയ അനുഭവങ്ങളോ പഴയ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ പഴയ തെറ്റായിരിക്കുന്ന ധാരണകളോ ഒക്കെ ആയിരിക്കാം പല കാര്യവും നമ്മളെ അടിമത്വത്തിലാക്കിയിരിക്കുന്നത്. പലരുമായിട്ടുള്ള തെറ്റായിരിക്കുന്ന ബന്ധങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം. നമ്മുടെ മനസ്സിൽ വരുന്നതായിരിക്കുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് വിശ്വസിക്കാനായിട്ട് അനുവാദമില്ല. അത് സത്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എനിക്ക് വന്ന ഒരു ചിന്ത, അത് സത്യമാണോ? അത് ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റുള്ളവർക്ക് എന്താണ് പ്രയോജനം? അതിന്റെ ദോഷം എന്താണ്? ഇക്കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നതായിരിക്കുന്ന എല്ലാ ചിന്തകൾക്കനുസരിച്ചും നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ആ ചിന്തകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്താണ്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ടല്ലോ, ജഡത്തിനായി ചിന്തിക്കരുതെന്നും, പിന്നെന്താണ്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയോ സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കുന്ന ചിന്തകളല്ല, ജഡത്തിന്റെ ചിന്തകളല്ല, പാപത്തിന്റെ ചിന്തകളല്ല, മറിച്ച് പോസിറ്റീവായി ക്രിയാത്മകമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കുന്ന ചിന്തകൾ, അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ചിന്തകളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ശരിയായിരിക്കുന്ന ചിന്തകളാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യണം? ചോദിക്കണം. ഞാനിത് പറയുന്നത് ശരിയാണോ? ചോദിക്കണം. നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ ആവർത്തിച്ച് അത് ചിന്തിക്കാനായിട്ടുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. യാഥാർത്ഥ്യബോധമുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങള് നിറയ്ക്കുക എന്നുള്ളതാണ്. ഞാനൊരു പരാജയമാണ് എന്ന ചിന്ത വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും, ഞാനൊരു പരാജയമാണ്, ഞാൻ ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ തികച്ചും മോശക്കാരനാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചിന്തിക്കാം, കഴിഞ്ഞ തെറ്റ് എന്താണ്? ഞാൻ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ, പരാജയപ്പെട്ടാലും ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ എടുക്കുമ്പോൾ ഈ തെറ്റായിരിക്കുന്ന ചിന്തയ്ക്ക് നമ്മൾ അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചുകൂടെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കാന്ന് പറയും. ഭാവിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ആശങ്കകളോ ഭൂതകാലത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കുറ്റബോധമോ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് മനഃപൂർവ്വം ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിൽ ചെയ്യുന്നതായിരിക്കുന്ന ജോലിയിലോ പഠനത്തിലോ ഒക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ചിന്തകൾക്ക് നമ്മൾ അടിമകളാകാതെ വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വികാരങ്ങളിൽ നിന്ന് അകലം പാലിക്കുക എന്ന് പറഞ്ഞാൽ, തെറ്റായിരിക്കുന്ന വികാരങ്ങൾ വരുമ്പോൾ അതിനോട് അടുക്കാതെയും അകലാതെയും ഒക്കെ അതിലൂടെ കടന്നു പോകാനായിട്ടുള്ള ഒരു പരിശീലനം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ നെഞ്ചില് അതൊരു വല്ലാത്ത എന്താണ് മൂർഖമായിട്ട് അങ്ങോട്ട് അനുഭവപ്പെടാം. ആ വികാരത്തെ നമ്മൾ അനുഭവിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ തന്നെ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എല്ലാ വികാരങ്ങളെയും നമുക്ക് ഒറ്റയടിക്ക് നിയന്ത്രിക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആ വികാരങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം ദോഷങ്ങൾ എന്ത് ചെയ്യും? വരുത്തി വയ്ക്കും. അപ്പൊ അതിനെ നിയന്ത്രിച്ച് ഇടപെടാനായിട്ടുള്ള പരിശീലനമാണ് വിശ്വാസികളായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. വികാരത്തിനും പ്രതികരണത്തിനും ഇടയിൽ മനഃപൂർവമായ ഒരു ഇടവേള സൃഷ്ടിച്ച് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു 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 മനസ്സാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ വേണ്ടത്. വികാരം വരുന്നതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതല്ല. പ്രതികരണത്തിന് ഇടയിൽ നമ്മൾ കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് ബുദ്ധിപൂർവം ഒക്കെ പറയുമ്പോഴാണ്
നമുക്ക് ചില തെറ്റായ വികാരങ്ങളുടെ മേൽ വിജയം വരിക്കാനായിട്ട് സാധിക്കുക. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മറുപടി പറയും. ഒരു കോപം വന്നാൽ കോപം പെട്ടെന്ന് നമ്മൾ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കാതെ കുറച്ചുകൂടെ ആലോചിച്ച് ചിന്തിച്ച് എങ്ങനെയാണ് ഏറ്റവും മര്യാദയിൽ ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ആ നിലയിൽ ആ വികാരത്തിന്റെ മേൽ കാലങ്ങൾ കൊണ്ട് പരിപൂർണമായ വിജയം വിജയം വരിക്കാനായിട്ട് സാധിക്കും. കർത്താവിൽ നമ്മൾ ആശ്രയിക്കുകയും സഹായത്തിന് ആശ്രയിക്കുകയും ചെയ്താൽ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കും. കർത്താവ് എന്നുള്ളതായിരിക്കുന്ന കൃപ തരും. ഞാൻ എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? വിനയം പരിശീലിക്കുക എന്നുള്ളതാണ്. അഹംഭാവം അല്ലെങ്കിൽ അതുപോലുള്ളതായിരിക്കുന്ന അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം, എനിക്കെല്ലാം അറിയാമെന്നുള്ളതായിരിക്കുന്ന ചിന്ത, മറ്റുള്ളവരുടെ മുമ്പിൽ വിനയത്തോടെ പെരുമാറാനായിട്ട് പരിശീലിക്കുക എന്നുള്ളതാണ്. നമുക്ക് തെറ്റുകൾ പറ്റാമെന്ന് സമ്മതിക്കുക, മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ വിനയത്തോടു കൂടെ ആളുകളോട് നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും, പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കും. സ്വയം നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സഹായിക്കുക. അത് നമ്മുടെ ഹൃദയത്തിലെ അഹന്ത ഇല്ലാതാക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങള്, സങ്കടങ്ങള്, പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനും കരുതാനും കരുണയോടുകൂടി ഇടപെടാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന അഹന്തയും അഹങ്കാരവും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ആത്മീകമായിരിക്കുന്ന പരിശീലനങ്ങൾ ആവശ്യമാണ്. സ്ഥിരമായിരിക്കുന്ന ആന്തരിക പരിശീലനം ഇങ്ങനെയുള്ള അടിമത്വത്തിൽ നിന്ന് മോചനം നേടാൻ ആവശ്യമാണ്. വായനയും പഠനവും, ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന പുസ്തകങ്ങള്, അങ്ങനെയുള്ളതായിരിക്കുന്ന തത്വങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് ശ്രമിക്കുക. വായനയും ധ്യാനവും അത് ഒന്നാം സ്ഥാനത്തായിരിക്കേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചന വായനയും ധ്യാനവുമാണ്. ദൈവത്തിന്റെ വചനം ശരിയായ നിലയിൽ വായിക്കുക, ധ്യാനിക്കുക. അത് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് അലഞ്ഞു തിരിയുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നല്ല സ്വഭാവത്തിൽ കാര്യങ്ങളെ കാണാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ദൈവവചന വായന, ധ്യാനം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാപ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്ന തരത്തിലുള്ള വിജ്ഞാനപ്രദമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, പഠിക്കുക, പരിശോധിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് തെറ്റായിരിക്കുന്ന ചിന്തകളുടെ സ്വാധീനം കുറയ്ക്കാനും അതിൽ നിന്ന് വിമോചനം നേടാനും സാധിക്കും. അതൊക്കെ അതിനുള്ളതായിരിക്കുന്ന വഴിയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കൂട്ടായ്മയിലും ബന്ധത്തിലും ജീവിക്കുക. ദൈവഹിതത്തിലുള്ള ആശ്രയം കൊണ്ട് മാത്രമേ പാപ സ്വഭാവത്തെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപത്തെ ജയിക്കാൻ, അടിമത്വത്തിൽ നിന്ന് വിജയം വരിക്കുവാൻ ദൈവത്തിന്റെ കൃപ കൂടിയേ തീരും. കർത്താവിന്റെ കൃപയില്ലാതെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് അടിമത്വത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള നമ്മുടെ ബോധപൂർവമായിരിക്കുന്ന ഒരു തീരുമാനമാണ്. ആ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ടതാണ്. ചെറിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ആ ചെറിയ ചെറിയ തീരുമാനങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ പിൽക്കാലത്ത് കൊണ്ടുവരും. പൂർണ്ണമായി ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ഇടയായിട്ട് തീരും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കും. സ്വാതന്ത്ര്യം അനുഭവിച്ച് തുടങ്ങുമ്പോൾ അത് നമ്മുടെ ആന്തരിക മനോഭാവത്തിലും ബാഹ്യമായിരിക്കുന്ന പെരുമാറ്റത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ഒക്കെ സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തും. അടിമത്വത്തിൽ നിന്ന് മോചനം നേടുന്ന വ്യക്തിയുടെ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന പല മേഖലകളുണ്ട് എന്ന് നമുക്കറിയാം. ആന്തരികമായിരിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ അത് മാറ്റം വരുത്തും. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലെ പ്രതികരണങ്ങളിൽ അത് മാറ്റം വരുത്തും. നമ്മുടെ ബന്ധങ്ങളിൽ അത് പ്രതിഫലിക്കും. അപ്പോ ആന്തരികമായിട്ട് ഉള്ള അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനനുസരിച്ച്
നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ഒക്കെ സമൂലമായിരിക്കുന്ന ഒരു പരിവർത്തനം അത് വരുത്തുമെന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം അതാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം അത് സ്ഥിരവും ശാന്തവും ഊർജ്ജസ്വലവുമായിരിക്കുന്ന ഒരു അനുഗ്രഹീത ജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ ഭയപ്പെടാതെ ഓരോ നിമിഷവും പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം മുഖാന്തരം നമുക്ക് സാധിക്കും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തികളിൽ അത് പ്രതിഫലിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നിസ്തുല്യമായ ഒരു ജീവിതം നയിക്കാനുള്ള സാധ്യതയാണ് ക്രിസ്തുവിൽ നമുക്ക് ഉള്ളത്. ആ സാധ്യത നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം ആ കർത്താവിനോടുള്ള വ്യക്തിപരമായിരിക്കുന്ന കൂട്ടായ്മയിലും നല്ല ബന്ധത്തിലും നിലനിന്നുകൊണ്ട് നമ്മെ അടിമപ്പെടുത്തുന്ന നമ്മുടെ എല്ലാ പാപ പ്രവൃത്തികളിൽ നിന്നും എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണമായിട്ടും വിജയകരമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷവും സമാധാനവും യഥാർത്ഥമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവം ആർക്കും എടുത്തു കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ പാപത്തിന്മേലുള്ള വിജയം, നമ്മെ അടിമപ്പെടുത്തുന്ന മറ്റെല്ലാ ചിന്തകളുടെയും മേലുള്ള പരിപൂർണമായിരിക്കുന്ന വിജയം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സാമൂഹ്യമായോ രാഷ്ട്രീയമായോ ഒക്കെ നമ്മൾ സ്വതന്ത്രരായാലും അതല്ല യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമാണെന്നൊക്കെ നമ്മൾ പറയും. അതിനൊക്കെ പരിമിതികളും നിബന്ധനകളും ഒക്കെ വിധേയപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ യേശു ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമാണ് ആത്മീയ സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആൾക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതവും ഈ ഭൂമിയിൽ ഏത് സാഹചര്യങ്ങളിലും നയിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നതായിരിക്കുന്ന ഉറപ്പ്. ആ സ്വാതന്ത്ര്യം നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവരാണോ? ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഇല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യത കർത്താവിൽ നമുക്കുണ്ട്. അത് നമ്മൾ അനുഭവിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥമായിരിക്കുന്ന സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ശരിയായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ വിഷയത്തോട് തീർച്ചയായിട്ടും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു വിഷയാവതരണമായിരുന്നു ജോസ്റ്റേട്ടൻ നൽകിയത്. ഏതാണ്ട് എല്ലാ തലങ്ങളും ഒക്കെ സ്പർശിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു വിഷയാവതരണം. ഇതെല്ലാം കൂടെ ആറ്റിക്കുറുക്കി ഒരു വാചകത്തിലേക്ക് കൊണ്ടുവന്നാൽ ക്രിസ്തുയേശുവിൻ്റെ ജീവിതം ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം ഉള്ള ജീവിതം, സ്വതന്ത്രമായിരിക്കുന്ന ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന ഒരു പുതിയ ജീവിതം ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് വിളിയും തെരഞ്ഞെടുപ്പും നൽകിയിരിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്നൊരു ചോദ്യം അവസാനം വിഷയാവതരണത്തിൻ്റെ അവസാനത്തിലും ചോദിച്ചു. ഉണ്ടോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. അത് ഓരോരുത്തരും സ്വയം വിശകലനം ചെയ്യേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. കാരണം പ്രായോഗികമായിട്ട് പല ആളുകളും ആ സ്വാതന്ത്ര്യം അത്രത്തോളം അനുഭവിക്കുന്നതായിട്ടോ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മ അനുഭവിക്കുന്നതായിട്ടോ പലപ്പോഴും കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിരിക്കുന്ന വിശകലനത്തിനും വിലയിരുത്തലിനുമായിട്ട് ഈ ക്ലാസ് എൻ്റെ ബാക്കി ഭാഗങ്ങൾ അവശേഷിക്കുകയാണ്.